ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഇനി സെർച്ച് ബാറിൽ ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് വരുന്നതാണ്. നമുക്ക് ഈ ആപ്പ് തന്നെ വീഡിയോ, ഫോട്ടോ, കോളേജ് എന്നിവയൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: വീഡിയോ, ഫോട്ടോ, കോളേജ്. അതിൽ നമുക്ക് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ തംബ്നെയിലിൻ്റെ ബാക്കിൽ വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ് എടുക്കുന്നത്. ഓപ്പൺ ആകുമ്പോൾ താഴെ ലെഫ്റ്റ് സൈഡിലായി ക്യാൻവാസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് റേഷ്യോസ് വരുന്നത് കാണാം. അതിൽ നമുക്ക് യൂട്യൂബിൻ്റെ തംബ്നെയിലിൻ്റെ സൈസായിട്ട് വേണ്ടത് 16:9 ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും 16:9 സൈസ് ആവുന്നതാണ്. ഇനി അതിൽ താഴെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ആൻഡ് കളേഴ്സ് കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മോർ ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് സ്റ്റൈലും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കറക്റ്റ് ഏരിയയിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സ്റ്റിക്കർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്നും ഫോട്ടോ ഈ തംബ്നെയിലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഗാലറിയിൽ നിന്നും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഒരുപാട് ഇമോജികൾ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സൈഡിലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുപോലെ ചേഞ്ച് ആവുന്നതാണ്. പിന്നെ നമുക്ക് ഫിൽറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തംബ്നെയിൽ ബ്രൈറ്റ്, സ്റ്റോറി, നാച്ചുറൽ എന്ന ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. ഈ ആപ്പിലുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ വിവരിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഈ തംബ്നെയിലുള്ള എല്ലാ എഡിറ്റിങ്സും കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ടുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സേവ് ആവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ആളിലേക്ക് വയ്ക്കുക. താങ്ക്